ഏറ്റവും ശക്തിയുള്ള ഗിയർ റിവേഴ്സ് ഗിയർ. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചതെന്ന്? 1944. സോൾഫെറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചത്? ഫ്രഞ്ച് ഭാഷയിൽ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനമോടിക്കാൻ പാടില്ല എന്നത് ഉൾപ്പെടുന്ന സെക്ഷൻ നമ്പർ ഏത്? സെക്ഷൻ 135. കാലാകാലങ്ങളിൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണ്. ആയത് ഏത് സെക്ഷൻ നമ്പറിൽ പെടുന്നു? സെക്ഷൻ 112. ഐവർ സംഘത്തിൻ്റെ കാര്യദർശി ആരായിരുന്നു? ജീൻ ഹെൻറി ഡ്യുനന്റ്. കേരളത്തിലെ ആദ്യ മാതൃകാ യൂണിറ്റ് ഏത് സ്കൂളിൽ പ്രവർത്തിക്കുന്നു? പാലക്കാട് സെൻറ് തോമസ് മിഷൻ സ്കൂൾ. ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? തിയോഡർ മൗനോയർ. റെഡ് ക്രോസ് സ്ഥാപകൻ്റെ മാതാവിൻ്റെ പേര്? അൻഡായിനെറ്റ. ട്രാഫിക് അടയാളങ്ങളെ എത്രയായി തിരിച്ചിരിക്കുന്നു? 3. ഏത് ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ JRC യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്? പാലക്കാട് ജില്ലയിൽ. പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്നത് ട്രാഫിക് നിയമത്തിലെ ഏത് സെക്ഷനിൽ പെടുന്നു? സെക്ഷൻ 113. എത്ര അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം? 206. വൈസ് പ്രേട്ടൺ മെമ്പർഷിപ്പിന് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? 20,000 രൂപ. സമാന സ്വഭാവമുള്ള കോശ സമൂഹം അറിയപ്പെടുന്നത്? ടിഷ്യൂ. റെഡ് ക്രോസിൻ്റെ ഉത്സുകനായ ഒരു കാൽനടക്കാരൻ റോഡിൻ്റെ ഏത് വശത്ത് കൂടി യാത്ര ചെയ്യണം? വലതുവശത്തു കൂടി. ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ്? കളക്ടർ. മാനസികമോ ശാരീരികമോ ആയ അസുഖം ബാധിച്ച ആൾ വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ഏത് സെക്ഷൻ നമ്പറിൽ പെടുന്നു? സെക്ഷൻ 196. തലയോട്ടി എത്ര അസ്ഥികൾ ചേർന്നതാണ്? 28 അസ്ഥികൾ. റെഡ് ക്രോസിൽ ആയുഷ്കാല മെമ്പർഷിപ്പിന് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? 500 രൂപ. സോൾഫെറിനോ യുദ്ധം നടന്ന വർഷം? 1859. ജനീവ പ്രമാണത്തിൽ ഒപ്പുവെച്ച വർഷം? 1864. അന്താരാഷ്ട്ര റെഡ് ക്രോസിന് നോബൽ സമ്മാനം മൂന്നാമത്തെ പ്രാവശ്യം ലഭിച്ചത് എന്ന്? 1963. നെതർലാൻഡ്സ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് അംഗീകാരം നൽകിയത്? 1864.
JRCക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ച വർഷം 2005. NSSൻ്റെ പൂർണ്ണരൂപം നാഷണൽ സർവീസ് സൊസൈറ്റി. IRCSൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. NCCയുടെ പൂർണ്ണരൂപം നാഷണൽ കാഡറ്റ് കോർപ്സ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ ഉപരക്ഷാധികാരി അംഗത്വത്തിന് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? 10,000 രൂപ. റെഡ് ക്രോസ് സ്ഥാപകൻ്റെ പിതാവിൻ്റെ പേര്? ജീൻ ജാക്വസ്. യുദ്ധത്തടവുകാരോട് മനുഷ്യത്വപരമായി പെരുമാറാനുള്ള പെരുമാറ്റച്ചട്ടമായ ജനീവ കൺവെൻഷൻ ഏത് സംഘടനയുടെ പ്രേരണയിലാണ് നിലവിൽ വന്നത്? റെഡ് ക്രോസ് സംഘടന. റെഡ് ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 25. 2005 റെഡ് ക്രോസ് സംഘടന അംഗീകരിച്ച പുതിയ ചിഹ്നം എന്താണ്? റെഡ് ക്രിസ്റ്റൽ. റെഡ് ക്രോസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ജീൻ ഹെൻറി ഡ്യുനന്റ്. ഏറ്റവും ശക്തി കൂടിയ ഫോർവേഡ് ഗിയർ ഏത്? ഫസ്റ്റ് ഗിയർ. യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചതാര്? എലിസബത്ത് ഫ്രൈ. മനുഷ്യൻ കുടുംബങ്ങളിലും സമൂഹത്തിലും ചിരിക്കാൻ മറക്കുന്നത് മൂലമാണ് ലോകത്തിൽ ദുഃഖദുരിതങ്ങൾ ഉണ്ടാകുന്നത്. ആരുടേതാണ് ഈ വാക്കുകൾ? മദർ തെരേസ. മനുഷ്യ ശരീരത്തിലെ സാധാരണ നാഡീസ്പന്ദനം എത്ര? 60-70 per minute. ഇന്ത്യ പാക് യുദ്ധം നടന്ന വർഷം ഏത്? 1971. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്പീഡ് ഗവർണർ.